ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് 3 മാസത്തെ കുടിശ്ശിക പെൻഷനായ 4800 രൂപയാണ് ഇനി വിതരണം ചെയ്യുവാനുള്ളത്. 5 മാസത്തെ കുടിശ്ശികയായിരുന്നതിൽ 2 മാസത്തെ കുടിശ്ശിക തുക സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്ന 3 കുടിശ്ശിക ഗഡുക്കളായ 4800 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും ആദ്യം ക്രമീകരിക്കുക എന്ന് ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു. അതായത് കുടിശ്ശിക പെൻഷൻ ഗഡുക്കളുടെ തുക വിതരണത്തിനാണ് മുൻഗണന നൽകുന്നതെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എല്ലാ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും കൃത്യസമയത്ത് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. 2025 ഏപ്രിൽ മാസം മുതലാണ് ഈ വിതരണം ആരംഭിക്കുന്നത്. ഓരോ മാസങ്ങളിലും 1600 രൂപ വീതം തുക വിതരണം ചെയ്യുന്നുണ്ട്. ഈ തുകയോടൊപ്പം തന്നെയാണ് കുടിശ്ശിക പെൻഷൻ്റെ തുക കൂടി ലഭിക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലാണ് ഈ കുടിശ്ശിക പെൻഷൻ്റെ വിതരണ കാലാവധി ആരംഭിക്കുന്നത്. ചില വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് തനത് മാസത്തെ തുകയും കുടിശ്ശിക പെൻഷൻ്റെ ഒരു ഘടവും ചേർത്ത് സർക്കാർ വിതരണം ചെയ്യാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ഓണമാസമായ സെപ്റ്റംബറിൽ 3200 രൂപ സർക്കാർ വിതരണം ചെയ്തിരുന്നു. സെപ്റ്റംബർ മാസത്തെ ഒരു ഘടവും കുടിശ്ശിക പെൻഷൻ്റെ ഒരു ഘടവും ചേർത്തായിരുന്നു വിതരണം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബറിലും 3200 രൂപ വിതരണം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര ഫണ്ട് കിട്ടാത്തതിനാൽ അത് ഈ ജനുവരി മാസത്തിൽ വിതരണം ചെയ്തിരുന്നു. ഇനി വരുന്ന ഏപ്രിലിൽ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഒരു കുടിശ്ശിക പെൻഷൻ കൂടി സർക്കാർ വിതരണം ചെയ്തേക്കാം. അത്തരത്തിൽ ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ ലഭിക്കുന്നതായിരിക്കും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആ മാസങ്ങളിലെ തുകയായ 1600 രൂപ തന്നെയായിരിക്കും വിതരണം. ഇനി മാർച്ച് മാസം മുതൽ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കുവാനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 28-ാം തീയതിക്ക് മുമ്പ് തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്ത്രീ ഗുണഭോക്താക്കൾ സമർപ്പിക്കണം. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധാറിൻ്റെ പകർപ്പിനോടൊപ്പമാണ് ഇത് ഹാജരാക്കേണ്ടത്. അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയുന്നതാണെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അനർഹമായി ആനുകൂല്യം വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കളെ സർക്കാർ കണ്ടെത്തി പുറത്താക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെയാണ് ഈ വർഷം മുതൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് പറയുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. 2025 ഏപ്രിൽ മാസം മുതലായിരിക്കും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരിക. അതോടൊപ്പം തന്നെ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള അറിയിപ്പുകളും എത്തുന്നുണ്ട്. നിലവിൽ 1600 രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത്. 100 രൂപ മുതൽ 200 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പെൻഷൻ 1700 1800 ആയേക്കും. അത്തരത്തിൽ ഒരു വർധന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായിരിക്കും. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറയ്ക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്ന പരിഷ്കാരവും ആലോചനയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അനർഹരെ ഒഴിവാക്കുവാനും സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.